ഭീകര സംഘടനകളിലൊക്കെ ആകൃഷ്ടരായി അഫ്ഗാനിസ്ഥാനിലേക്കും സിറിയയിലേക്കുമൊക്കെ പോകുന്ന മലയാളികളെ കുറിച്ചൊക്കെ വാർത്തകളിലൂടെ നമ്മൾ അറിയാറുണ്ട്. എന്നാൽ പിന്നീട് മടങ്ങി വന്ന ശേഷം ഇവരുടെ ജീവിതം എങ്ങനെയായിരിക്കും അതേക്കുറിച്ച് അന്വേഷിക്കുന്ന ഷംസുദ്ദീൻ മുബാറക്കിന്റെ ദായിഷ് എന്ന പുസ്തകം പരിചയപ്പെടുത്തുകയാണെന്ന് പുസ്തകപ്പുഴുവിൽ കെ വി മധു. നമസ്കാരം. ഇറാഖിലാണ് കഥ നടക്കുന്നത്. മൊസൂളിലെ ടൈഗ്രീസ് നദിയുടെ കിഴക്കുഭാഗത്തുള്ള ഹജ്ജ് അലി ഗ്രാമത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു തീവ്രവാദ പരിശീലന കേന്ദ്രം. അന്നത്തെ പരിശീലനമൊക്കെ കഴിഞ്ഞ് കോഴിക്കോട്ടുകാരൻ മുഹമ്മദ് റഫീഖ് മുറിയിലേക്ക് കടന്നു വന്നു. ഉറങ്ങുന്നതിനു മുമ്പ് തന്റെ ലാപ്ടോപ്പ് ഓൺ ചെയ്തു. രഹസ്യമായി സൂക്ഷിച്ചിരുന്ന സിം കാർഡ് കുത്തി ഇന്റർനെറ്റ് കണക്ഷൻ റെഡിയാക്കി. എന്നിട്ട് മെയിൽ ഓണാക്കി. മെയിലിനകത്ത് മാലമാലയായി നാട്ടിൽ നിന്നുള്ള മെയിലുകൾ വന്ന് കിടക്കുകയാണ്. റഫീഖിനെ കുറിച്ച് നാട്ടിലെ പത്രങ്ങളിൽ വന്ന വാർത്തകൾ. തീവ്രവാദിയാകാൻ വേണ്ടി സിറിയയിലെ കാട് മേയ്ക്കാൻ പോകാൻ വേണ്ടി, വിശുദ്ധ ലോകം സൃഷ്ടിക്കുന്നതിനു വേണ്ടി, ജിഹാദി പ്രവർത്തനത്തിന് വേണ്ടി നാടുവിട്ടുപോയ മുഹമ്മദ് റഫീഖിനെ കുറിച്ചുള്ള വാർത്തകൾ. റഫീഖ് ഒരു നിമിഷം ചിന്തിച്ചു. താനിപ്പോൾ നിൽക്കുന്ന ഈ തീവ്രവാദ കേന്ദ്രത്തിന്റെ സാഹചര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചു. നാടും വീടും പ്രിയപ്പെട്ടവരെയും ഒക്കെ ഉപേക്ഷിച്ച് IS ചേരാൻ പോയ മുഹമ്മദ് റഫീഖിന്റെ കഥയാണ് ദായിഷ് എന്ന നോവലിലൂടെ ഷംസുദ്ദീൻ മുബാറക്ക് പറയുന്നത്. മനോരമ ബുക്സ് പ്രസിദ്ധീകരിച്ച ദായിഷിൽ മുമ്പ് മലയാളി അനുഭവിച്ചിട്ടില്ലാത്ത അത്രയും വിശദമായി തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലവും അതിലേക്കുള്ള ഒരു സാധാരണ മനുഷ്യന്റെ യാത്രയും അടയാളപ്പെടുത്തുന്നുണ്ട്. ദായിഷ് എന്ന് പറഞ്ഞാൽ IS ആണ്, ഇസ്ലാമിക് സ്റ്റേറ്റ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഭീകരവാദ സംഘടനകൾ കേരളത്തിലും പ്രവർത്തിക്കുന്നു എന്നാണ് നമുക്ക് അന്വേഷണ ഏജൻസികളൊക്കെ പറഞ്ഞു തരുന്ന വാസ്തവം. ഈ സാഹചര്യത്തിലാണ് എന്താണ് ഇതിന്റെ നിജസ്ഥിതി എന്ന് അന്വേഷിക്കാൻ ഷംസുദ്ദീൻ മുബാറക്ക് തന്റെ നോവലിലൂടെ ശ്രമിക്കുന്നത്. കോഴിക്കോട്ടുകാരനായ മുഹമ്മദ് റഫീഖ് വളരെ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങൾ, സാധാരണ മനുഷ്യനാണ് എങ്കിൽ പോലും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് എത്തപ്പെടുകയും കനകമലയിലെ ഒരു ക്യാമ്പിന്റെ തുടർച്ചയായി ഇങ്ങനെയുള്ള ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് സങ്കല്പത്തിലേക്ക് ആകർഷനാവുകയും വീടും കാമുകിയും ഒക്കെ നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വീട് വിട്ടിറങ്ങി പോവുകയും ചെയ്യുകയാണ്. പിന്നീട് ഇറാഖിലേക്കുള്ള ഒരു യാത്രയാണ്, ഇസ്താംബുൾ വഴിയുള്ള ഒരു യാത്ര. അത് വളരെ വിശദമായി തന്നെ ഷംസുദ്ദീൻ മുബാറക്ക് നമ്മളെ ആകാംക്ഷ പൂരിപ്പിച്ചുകൊണ്ട് നോവലിന്റെ ഓരോ ഘട്ടത്തിലും അടയാളപ്പെടുത്തുന്നുണ്ട്. കൂട്ടത്തിൽ അഷ്കർ എന്നൊരു കൂട്ടുകാരനെ കൂടി അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. മുഹമ്മദ് റഫീഖിന് സിനിമ കാണുന്ന, സാഹസികത ഇഷ്ടപ്പെടുന്ന, അടിച്ചുപൊളി ജീവിതം ആഗ്രഹിക്കുന്ന അഷ്കർ വളരെ എന്റർടൈൻമെന്റ് പ്രതീക്ഷിച്ചുകൊണ്ട് വിനോദത്തിനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഈ യാത്രയെ കാണുന്നത്. അങ്ങനെയാണ് അവരൊടുവിൽ ഒരു കേന്ദ്രത്തിൽ, തീവ്രവാദ കേന്ദ്രത്തിൽ എത്തിപ്പെടുന്നത്. അവിടെ വെച്ചാണ് മുഹമ്മദ് റഫീഖ് തന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക്, നാട്ടിൽ താൻ ഉപേക്ഷിച്ചു പോയ നാടിനെ കുറിച്ചുള്ള ആലോചനയിലേക്ക് കടന്നു വരുന്നത്. തീവ്രവാദത്തിന്റെ അയുക്തികത മൊത്തമായി അവതരിപ്പിക്കുമ്പോൾ തന്നെ അത് പടുത്തുയർത്തുന്ന, ആ കാഴ്ചപ്പാടിനെ രൂപപ്പെടുത്തുന്ന ഓരോ പ്രവർത്തനങ്ങളും യുക്തിരാഹിത്യത്തിന്റെ അങ്ങേയറ്റമാണ്. അത് സ്ഥാപിച്ചെടുക്കാൻ ദായിഷിൽ പലവിധ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്, പല സംഭവങ്ങൾ. മുഹമ്മദ് റഫീഖ് കോഴിക്കോട്ട് നിന്ന് ഒടുവിൽ ഇസ്താംബൂളിലെ ഒരു മജ്ലിസിലാണ് എത്തിപ്പെടുന്നത്. അവിടെ ഒരു രാത്രി കിടക്കും. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് കൊണ്ടുപോയ ബ്രഷും പേസ്റ്റൊക്കെ ഉണ്ട്. അപ്പൊ ഇതെടുത്ത് പല്ല് തേക്കാൻ വേണ്ടി തയ്യാറാവുമ്പോൾ പെട്ടെന്ന് മുറിക്ക് ഒരാൾ കടന്നു വരും. ഒരു ഉസ്താദാണ്. അപ്പൊ ഉസ്താദ് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. റഫീഖിനോട് ചോദിച്ചാൽ എന്താ പരിപാടി എന്ന് ചോദിക്കും. അപ്പൊ റഫീഖ് പറഞ്ഞില്ല, പല്ലേക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ മൂപ്പര് പറയും, ഇവിടെ പേസ്റ്റ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, നമ്മൾ പ്രകൃതിയോട് ചേർന്ന് നിന്നുള്ള ഒരു ജീവിതമാണ്. എന്നിട്ട് അദ്ദേഹം തന്റെ കയ്യിലുള്ള പൊതിയിൽ നിന്ന് 2 മരക്കഷ്ണം എടുത്തു കൊടുക്കും. ഈ ഒരു മരക്കഷ്ണം കൊണ്ടാണ് പല്ലേക്കുക, മറ്റേ മരക്കഷ്ണം കൊണ്ട് നാവ് തുടക്കണം. അങ്ങനെ വളരെ യുക്തിരഹിതമായ ഒരു ജീവിതം, കാലത്തിന് അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രകൃതിയിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് മനുഷ്യനെ അന്ധനാക്കിക്കൊണ്ടുള്ള ഒരു ചിന്തയാണ് ഈ പ്രസ്ഥാനത്തെ തന്നെ നയിക്കുന്നത്. പിന്നീടുള്ള ഓരോ നീക്കവും അങ്ങനെയാണ്. അതേസമയം തന്നെ അവർ ഏറ്റവും ആധുനികമായ സങ്കേതങ്ങളെ, ഇന്റർനെറ്റ് അടക്കമുള്ള IT സങ്കേതങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യും. ഒരു ദിവസം എല്ലാവരും കൂടി മുറിയിലിരുന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു. സഹപ്രവർത്തകൻ അബ്രബ് എന്ന് പറയുന്ന ഒരു യുവാവ് എന്തോ പ്രഭാഷണം ഇയർഫോൺ വെച്ച് കേൾക്കുകയായിരുന്നു. പെട്ടെന്ന് മുറിയിലേക്ക് 2-3 പേർ തള്ളിക്കയറി വന്നു. അബ്രബിനെ പിടിച്ചുകൊണ്ടുപോയി. പാശ്ചാത്യ സംഗീതം കേൾക്കുന്നു എന്നാരോപിച്ച് കൂട്ടത്തിലുള്ള ആളുകളെല്ലാം വിളിച്ചുകൂട്ടി അബ്രബിനെ 100 ചാട്ടവാറടി കൊടുത്ത് ശിക്ഷിച്ചു. പിന്നെ അബ്രബിനെ ഒരു വിമതനായി കണക്കാക്കി. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അബ്രബിനെ തെരുവിലിട്ട് വെട്ടിക്കൊന്നു. ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കാൻ പോയ ആളാണ്. ഇങ്ങനെ പല രീതിയിൽ ഇസ്ലാമുകളെ തന്നെ കൊന്നൊടുക്കുന്ന, മുസ്ലിമായ ആളുകളെ തന്നെ കൊന്നൊടുക്കുന്ന ഇത്തരമൊരു ജിഹാദി പ്രവർത്തനം എന്തിനാണ് എന്ന് കൂട്ടത്തിലുള്ള ആളുകൾക്ക് തന്നെ തോന്നിത്തുടങ്ങി.
അങ്ങനെ അബൂ തുറാബ് എന്ന് പറയുന്ന വേറൊരു കൂട്ടുകാരൻ ഉസ്താദിനോട് ഈ കാര്യം ചോദിച്ചു. നമ്മൾ ചെയ്യുന്നത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നാണല്ലോ നമ്മളെല്ലാവരും പറയുന്നത്. പക്ഷേ ഇത് ചെയ്തു വരുമ്പോൾ ആളുകളെ നിരന്തരമായി ഇങ്ങനെ കൊല്ലുകയാണ്, വെട്ടിക്കൊന്ന് അത് പ്രദർശിപ്പിക്കുകയാണ്. ഇതൊക്കെ ശരിയാണോ? ഇതൊന്നും ഇസ്ലാമിൽ പറയുന്നതല്ല എന്ന് ഒരാൾ ചോദ്യം ചെയ്തു. അവനെ അപ്പോൾ തന്നെ വിചാരണ ചെയ്തുകൊണ്ട് അവനെ ശിക്ഷിച്ചു. അവന് തല വെട്ടിക്കൊന്നു. ഇങ്ങനെ പല സംഭവങ്ങൾ ഉണ്ടാവുകയും മുഹമ്മദ് റഫീഖ് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നേരിട്ട് കാണുകയാണ്. അവിസ്മരണീയമായ, അത്ഭുതപ്പെടുത്തുന്ന, ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ. അങ്ങനെ ഇരിക്കെ മുഹമ്മദ് റഫീഖിനൊരു ജോലി, കൃത്യമായി എന്താണ് ജോലി എന്ന് തീരുമാനിക്കപ്പെടുകയും ഇവരുടെ സൈബർ വിങ്ങിൽ മാധ്യമ മേഖല എന്ന് പറയും, മാധ്യമ കൂട്ടം, ഒരു സംഘമുണ്ട്. അതിൽ ചുമതലയേൽപ്പിക്കുകയാണ്. PR പണിയാണ്. തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊലപാതകങ്ങളുടെയൊക്കെ ദൃശ്യങ്ങളെടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കുക, ഫേസ്ബുക്കിലിടുക, വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കുക. ഇതൊക്കെയാണ് ജോലി. മുഹമ്മദ് റഫീഖിന് ആ ജോലി ഏൽപ്പിക്കുകയാണ്. മീഡിയ വിങ്ങിലെ പ്രവർത്തനം മുഹമ്മദ് റഫീഖിന് പുതിയ അനുഭവമായിരുന്നു. ഒരുപക്ഷെ വളരെ ആവേശത്തോടെ ഇറങ്ങിത്തിരിച്ച ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന സങ്കല്പത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ പുനരാലോചനയ്ക്ക് വിധേയമാക്കുന്ന ചില സംഭവങ്ങൾ അന്നേരം ഉണ്ടായി. റഫീഖ് കണ്ട നിരവധി കാഴ്ചകൾ, കുട്ടികളുടെ വിൽപ്പന, അതോടൊപ്പം തന്നെ ലൈംഗിക അടിമകളാക്കി സ്ത്രീകളെ തീവ്രവാദികൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന സംഭവം, ഏറ്റവും പ്രധാനമായി അതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇസ്ലാമിക വിരുദ്ധം എന്ന് ഭീകരവാദികൾ പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരായി നിൽക്കുന്ന സമൂഹങ്ങളിൽ നിന്നും സ്ത്രീകളെ അടിമകളാക്കി കൊണ്ടുവരും. അതിൽ പ്രധാനം യസീദി സ്ത്രീകൾ, ഇറാഖി പട്ടാളക്കാരുടെ ഭാര്യമാർ, അവരുടെ മക്കൾ, ഇങ്ങനെയുള്ള ആളുകളെയെല്ലാം അടിമകളാക്കി ക്യാമ്പിലേക്ക് കൊണ്ടുവരികയും ഭീകരവാദ പ്രവർത്തനത്തിന് സ്വയം ഇറങ്ങിത്തിരിച്ച ആളുകൾക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യും. കൂട്ടത്തിലുള്ള ഷിയാക്കളെയും സുന്നികളെയും തിരിച്ചറിയുന്നതിന് വേണ്ടി ക്യാമ്പ് നടത്തിപ്പുകാർ ഒരു പ്രത്യേക മത്സരം വെച്ചു. മത്സരമല്ല, ഉസ്താദുമാർ വന്ന് ഷിയാക്കൾ അല്ലാത്തവരെയും സുന്നികളെയും വേർതിരിക്കുന്നതിന് വേണ്ടിയുള്ള സിഗ്നൽ നൽകും. ഷിയാക്കൾ കൈപോക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു. ആ ഘട്ടത്തിലാണ് അഷ്കർ സംശയാസ്പദമായി പെരുമാറിയത്. ഉടനെ അഷ്കറിന്റെ തല വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. ഇതോടുകൂടി മുഹമ്മദ് റഫീഖ് ഒരു പുനരാലോചനയ്ക്ക് വിധേയനായി. അങ്ങനെയാണ് റഫീഖ് അവിടെ നിന്ന് പുറത്തിറങ്ങാൻ തീരുമാനിക്കുന്നത്. പിന്നീടുള്ള ഓരോ നീക്കവും മുഹമ്മദ് റഫീഖിന് തന്റെ പ്രിയപ്പെട്ട കോഴിക്കോട്ടേക്ക്, തന്റെ കാമുകിയായ ജെന്നിയുടെ അടുത്തേക്ക് തിരിച്ചെത്താൻ കഴിയുമോ എന്നുള്ള ആകാംക്ഷ നിലനിർത്തിക്കൊണ്ടുള്ളതാണ്. യുദ്ധം എന്തിന് എന്ന് പോലും അറിയാത്ത ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളാണ് ഇറാഖിലും സിറിയയിലുമൊക്കെ ദായിഷിനെ ദുസ്വപ്നം കണ്ട് ഞെട്ടിയുണരുന്നത്. അവർക്കിടയിലേക്കാണ് അശാന്തിയുടെ വിത്ത് വിതയ്ക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തീവ്രവാദികൾ കടന്നു ചെല്ലുന്നത്. എന്തായാലും സ്വയം തിരിച്ചറിവിന്റെ ഭാഗമായി മുഹമ്മദ് റഫീഖ് തന്റെ പ്രിയപ്പെട്ട നാട്ടിലേക്ക് തിരിച്ചു വന്നു. വിമാനത്താവളങ്ങളിൽ കർശനമായ പരിശോധന, പോലീസിന്റെ നിരന്തര നിരീക്ഷണം. ഇനിയുള്ള ജീവിതം, മുഹമ്മദ് റഫീഖിന്റെ ജീവിതം ഭാവിയാകെ പോലീസിന്റെ കൺട്രോളിലായിരിക്കും. എന്തായാലും പ്രിയപ്പെട്ട കാമുകി ജന്ന, കുടുംബാംഗങ്ങൾ എല്ലാവരും റഫീഖിനെ സ്വീകരിച്ചു. റഫീഖ് ഒരു കുറ്റവാളിയെ പോലെയാണെങ്കിലും നടന്ന് തന്റെ പ്രിയപ്പെട്ട അമ്മയുടെ മാതൃ നാട്ടിന്റെ തീരത്തിലേക്കെത്തി. ശംസുദ്ദീൻ മുബാറക്ക് ഇവിടെയാണ് നോവൽ അവസാനിപ്പിക്കുന്നത്. പക്ഷേ വായനക്കാരന്റെ മനസ്സിൽ ഒരു ചിന്ത അവശേഷിക്കും. ഒരുപക്ഷെ മുഹമ്മദ് റഫീഖിന്റെ ഇനിയുള്ള ജീവിതം ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഇന്നത്തെ കേരള സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും എന്നുള്ള ആശങ്ക വായനക്കാരന്റെ മനസ്സിൽ അവശേഷിക്കും. തീവ്രവാദ പ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിച്ച് അതിൽ നിന്നും തിരിച്ചറിവ് നേടി തിരിച്ചെത്തിയ, മനമാറ്റമുണ്ടായ ഒരാളുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് മുന്നനുഭവങ്ങളുടെയും വർത്തമാനകാല സാഹചര്യങ്ങളുടെയും വെളിച്ചത്തിൽ വായനക്കാരൻ ആലോചിക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്ന നിരവധി പേരുടെ വാർത്തകൾ വായിച്ച് നമ്മളിരിക്കുമ്പോൾ എന്താണ് ദായിഷ്, എന്താണ് ഐസ് എന്നുള്ള വിശദമായ ഒരു പരിശോധനയും ആകാംക്ഷാ നിർഭരമായ കഥാ വികസനത്തിലൂടെ പറയാൻ വേണ്ടി ശംസുദ്ദീൻ മുബാറക്കിന് കഴിഞ്ഞു എന്നുള്ള കാര്യം ഉറപ്പാണ്. വായനക്കാർക്ക് മുന്നിലേക്ക് ധൈര്യമായി അതുകൊണ്ട് തന്നെ ദായിഷ് നമുക്ക് വയ്ക്കാം. ഇന്നത്തെ പുസ്തകപ്പുഴു ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു പുസ്തകവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.